അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ ചർച്ച ചെയ്യുന്നത് അൻമാത്തുൽ ഖുതബി ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ പ്രസംഗകലയുടെ ഇനങ്ങൾ. ഒന്ന്, ഖുതബുൽ വഅദി വൽ ഇർഷാദി, സതുപദേശം നൽകുന്ന പ്രസംഗങ്ങൾ. കാനത്തിൽ ഖുതബുല്ലതി യുഖദ്ദിമുഹൽ ഖുതബാഉ ഫിൽ ജാഹിലിയ തഹ്തവി അലൽ അദീദി മിനൽ മവാഇദി വൽ ഹികം. ജാഹിലിയ കാലഘട്ടത്തിൽ അവതരിപ്പിച്ചിരുന്ന ഖുതുബകൾ, ഖതീബുമാർ അവതരിപ്പിക്കുന്ന ഖുതുബകൾ, അത് ധാരാളമായ മൗഇളത്തുകൾ, സതുപദേശങ്ങൾ, മൗഇളത്തിന് ജംഅ്, അതേപോലെ ഹികം, ധാരാളം തത്വജ്ഞാനങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നതായിരുന്നു. തഹ്തവി അലാന, ഉൾക്കൊള്ള, അൽ അദീദ് ധാരാളം, എന്തൊക്കെ? അൽ അദീദു മിൻ അവർ, അൽ അദീദു മിൻ എന്തൊക്കെ ഉൾക്കൊള്ളും? അൽ മവാഇദ് വൽ ഹികം അല്ലത്തി തഹ്ദുഫു ഇലാ തഹ്ഫീസിൻ നാസ്. ഈ സതുപദേശങ്ങളും തത്വങ്ങളും എന്താണ് ലക്ഷ്യം വെക്കുന്നത്? അല്ലത്തി തഹദുഫ്, അത് ലക്ഷ്യം വെച്ചിരുന്നു, ഇലാ തഹ്ഫീസിൻ നാസ്, ജനങ്ങളെ പ്രേരിപ്പിക്കുവാൻ, അല തമസ്സുക്കി, മുറുകെ പിടിക്കാൻ, ബി മകാരിമിൽ അഖ്ലാഖി വസ്സിഫാത്തിൻ നബീല, നല്ല സ്വഭാവങ്ങളെ, അൽ അഖ്ലാഖ് ധാർമ്മികമായ മൂല്യങ്ങളെ, വസ്സിഫാത്ത് അൻ നബീല ഉന്നതമായ വിശേഷണങ്ങളെ, സവിശേഷതകളെ, ഇതൊക്കെ മുറുകെ പിടിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നവയായിരുന്നു ആ സതുപദേശം. അല്ലത്തി മിൻ ശഅനിഹ റഫ്ഉ മുസ്തവൽ മുജ്തമഇ വ തഖ്വിയതുഹു. ഇങ്ങനെ സൽ സ്വഭാവങ്ങളും നല്ല സ്വഭാവങ്ങളും നല്ല ഗുണങ്ങളും എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലത്തി മിൻ ശഅനിഹ, അതിൻ്റെ ഒരു പ്രത്യേകതയാണ്, കാര്യമാണ്. റഫ്ഉ മുസ്തവൽ മുജ്തമഇ, സമൂഹത്തിന് നിലവാരം ഉയർത്തുക എന്നുള്ളത്, വ തഖ്വിയതുഹു, സമൂഹത്തിന് നിലവാരത്തിന് ശക്തി പകരുക എന്നുള്ളത്. അപ്പോൾ അത് ഇത്തരം സ്വഭാവങ്ങളുടെ സവിശേഷതയാണ്. അങ്ങനത്തെ സ്വഭാവങ്ങളെ മുറുകെ പിടിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന അങ്ങനത്തെ സതുപദേശങ്ങളും അതേപോലെ ഹിക്മത്തുകളൊക്കെ ഉൾക്കൊള്ളുന്നതായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ ഖുതുബകൾ. ഹാദിഹിൽ ഖുതബു, ഈ പ്രസംഗങ്ങൾ, കാന തുറക്കിസു അല ഖിയമിൻ, ധാരാളം വാല്യൂസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരുന്നു. തുറക്കിസു അല, റക്കസ അലാന, കേന്ദ്രീകരിക്കുക. എന്തിൽ? അല ഖിയമിൻ, വാല്യൂസിൽ. മിസ്ലു അഷ്ഷഹാമ അൽ മുറൂഅ വൽ കറം. അതേതുപോലെയുള്ള വാല്യൂസാണ്? അഷ്ഷഹാമ, ഔദാര്യം, വൽ മുറൂഅ, വ്യക്തിത്വം, വൽ കറം, മാന്യത, അതും ഔദാര്യത്തിൻ്റെ ഒരു ഭാഗം തന്നെ. വഹിയ സിഫാത്തുൻ, ഈ പറയപ്പെട്ടവയെല്ലാം, അഷ്ഷഹാമ അൽ മുറൂ അൽ ഖറാം, അൽ ഖറം എന്നൊക്കെ പറയല്ലേ, ഇത് സിഫാത്തുൻ, ചില സവിശേഷതയാണ്, ചില വിശേഷണമാണ്. തഹല്ല ബിഹൽ അറബു, അറബികൾ കൊണ്ടു നടന്നിരുന്ന, ഫിത്തിൽക്കൽ ഫത്ര, ആ കാലഘട്ടത്തിൽ. തഹല്ലാബി എന്ന് പറഞ്ഞാൽ ആ സ്വഭാവത്തെ ജീവിതത്തിൽ പകർത്തുക പറയാം. ശരിക്ക് തഹല്ല എന്ന് പറഞ്ഞാൽ ഹുല്യന, ആഭരണം എന്നാണ്, ആഭരണം അണിയുക എന്നാണ്. അപ്പോൾ ആഭരണം അണിയുന്ന പോലെ ഈ സ്വഭാവ ഗുണങ്ങളെ അവർ ജീവിതത്തിൽ അണിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പകർത്തിയിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവരുടെ ഒരു ഗുണമാണ് എന്ത്? ആളുകൾക്ക് ഔദാര്യം ചെയ്യുക, ആളുകളെ പല നിലക്കുള്ള മൃഗങ്ങളെ അറുത്തിട്ട് അത് ദാനധർമ്മം ചെയ്യുക, പാചകം ചെയ്ത് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. അതേപോലെ മുറുഅത്ത്, വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുക, സ്വന്തം അഭിമാനം കാത്തു സൂക്ഷിക്കുക, സ്വന്തം കുടുംബത്തിനെ ആക്രമിക്കാൻ വന്ന അതിനുവേണ്ടി വർഷങ്ങളോളം യുദ്ധം ചെയ്യാൻ റെഡിയാണ്. വൽക്കറം, അതേപോലെ മാന്യത, ഒരു അതിഥി വന്നാൽ അത് സൽക്കരുതലും മറ്റും, അങ്ങനത്തെ വാല്യൂസ് ആ കാലഘട്ടത്തിൽ കുറേ നിലനിന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പറയപ്പെട്ടത്. ഇതൊക്കെ അവരെ ഖുതുബകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഭാഗമാണ്. കാനു യുക്രിമുന ദുയൂഫ്, അവർ അതിഥികളെ ആദരിക്കാറുണ്ടായിരുന്നു. വയുസായിദുനൽ മുഹ്താജീൻ, ആവശ്യക്കാരെ സഹായിക്കാറുണ്ടായിരുന്നു. വയഅ്തൂന ഹുഖൂഖൽ ദുഅഫാഇ ലി അസ്ഹാബിഹ, ദുർബലരെ അവരുടെ അവകാശങ്ങൾ അവർ നൽകിയിരുന്നു. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തത് ഖുതബു അൽ മആരിക് വൽ ഹുറൂബ്, രണ്ടാമത്തെ അന്നത്തെ ഒരു ഖുതുബിൻ്റെ രീതിയിൽ ഒരു ഇനാണെന്ത്? യുദ്ധ പ്രസംഗങ്ങൾ എന്നുള്ളത്. മആരിക് എന്നാൽ യുദ്ധങ്ങൾ, മആരിക്, ഹുറൂബ്, ഹർബ്, ഹുറൂബ്, യുദ്ധങ്ങൾ. അൽ ഖുതബുല്ലതി യശ്അലു ഫീഹൽ ഖതീബു, ചില ഖുതുബകൾ, അതിൽ ഖതീബ് ആളിക്കത്തിക്കും, ഹമാസത്ത ഖൗമിഹി, തൻ്റെ ജനതയുടെ ശൗര്യത്തെ, വയദ്ഫഉഹും, അവരെ തള്ളിവിടും, ലിബദ്ലിൻ അഖ്സാ മാ ലദൈഹിം, ഏറ്റവും അങ്ങേയറ്റം അധ്വാനിക്കാൻ, ഫിദ്ദിഫാഇ അൻ അൻഫുസിഹിം, സ്വന്തത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിലും, വ അഹ്ലിഹിം, തൻ്റെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിലും. അദ്ദിഫാഉ അൻ എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക, സംരക്ഷിക്കുക. അപ്പോൾ സ്വന്തത്തെ സംരക്ഷിക്കാനും കുടുംബത്തെ സംരക്ഷിക്കാനും എന്തൊക്കെ തൻ്റെ കയ്യിൽ ശേഷിയുണ്ടോ അത് അങ്ങേയറ്റം ചിലവഴിക്കുക. ബദലു അക്സന, ബദൽ ചിലവഴിക്കുക, അക്സന അങ്ങേയറ്റം. അതിനുവേണ്ടി യദ്ഫഉഹും, അവരെ പ്രേരിപ്പിക്കും. ആ നിലക്ക് അവരുടെ ഹമാസത്തിനെ, ദേശീയതയെ, അല്ലെങ്കിൽ അവരുടെ കൗമിൻ്റെ ആ ഒരു വീര്യത്തെ ആളിക്കത്തിക്കാൻ ഖതീബുമാർ ഖുതുബ നടത്താറുണ്ട്. കാനത്ത് തമയ്യസു ബി ഖുവ്വത്തിൽ ഇൻതിമാഇൽ ഖബലി. അപ്പോൾ ഇത്തരം ഖുതുബകൾ, ഈ ഖുതുബ തമയ്യസു, ഇങ്ങനെ യുദ്ധ ഖുതുബകൾ അല്ലെങ്കിൽ സംഘടനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രസംഗങ്ങൾ, അത് വ്യതിരിക്തമായിരുന്നു. ബി ഖുവ്വത്തിൽ ഇൻതിമാഇൽ ഖബലി, തൻ്റെ ഗോത്രവുമായി ബന്ധപ്പെട്ട ഒരു ശക്തി,
ആ ശക്തിയിൽ കാണാൻ പറ്റും. തൻ്റെ ഗോത്രം, തൻ്റെ ആൾക്കാർ, അതിലേക്ക് ചേർത്തിക്കൊണ്ടുള്ള അങ്ങനത്തെ ഒരു ശക്തി അവിടെ നമുക്ക് ഈ പ്രസംഗത്തിൽ കാണാൻ പറ്റും. അല്ലതീ കാനയ സൂദുഹും ഫി ഫത്റുൽ ജാഹിലിയ, ആ കാലഘട്ടത്തിൻ്റെ നേതൃത്വം അതിന് മുന്നിലുണ്ടായിരുന്ന ഇത്തരം നിലക്കുള്ള ഗോത്ര മഹാത്മ്യമാണ്, ആ ഗോത്ര സവിശേഷത ഈ ഖുതുബയിലുണ്ട്. ലം തഖ്ലു ഹാദിഹിൽ ഖുതുബ, അതോടൊപ്പം ഈ ഖുതുബ ഒരിക്കലും ഒഴിവായിരുന്നില്ല മിനൽ അസബിയ്യൽ ഖബലിയ, ഗോത്രത്തിൻ്റെ വിഭാഗീയതയിൽ നിന്നും ഇതൊഴിവായിരുന്നില്ല. ബൽഖാനത്ത് തഫീദു ബിനിബ്റ ഹമാസിയ തഹഫിസുൽ മുസ്തമിഈന, എന്നാൽ അവിടെ അത് എന്തുണ്ട്, അസബിയ ഖബലിയ ഉണ്ട്, ഗോത്ര വർഗീയത നമുക്ക് കാണാൻ പറ്റും. അത് എത്രത്തോളം തഫീലു അവിടെ നിറഞ്ഞൊഴുകിയിരുന്നു. ബിനിബ്റ ഹമാസിയ, അത് വീര്യത്തിൻ്റെ ശൗര്യത്തിൻ്റെ ആ ഒരു ടോണോടുകൂടി തന്നെ, അതും തുഹഫിസുൽ മുസ്തമിഈന, ശ്രോതാക്കളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, ആവേശം കൊള്ളിച്ചുകൊണ്ട്, തുസീറു ഫീഹിം, അവരെ ഇളക്കിവിടും ഖതീബുമാർ എന്ത് അർറൂഹൽ ഖിതാലിയ, ഏറ്റുമുട്ടാനുള്ള ആ ഒരു ആത്മീയത, ആ ഏറ്റുമുട്ടുക എന്ന ചൈതന്യത്തെ, വതജഅലുഹും ദായിമൻ, എപ്പോഴും അവരെ ആക്കി തീർക്കും, മുസ്തഇദ്ദീന, തയ്യാറാക്കി നിർത്തിക്കൊണ്ട്, ലിദ്ദിഫാഇ അൻ ഷറഫിഹിം, അവർ അഭിമാനം കാത്തു സൂക്ഷിക്കണമെന്ന്, അത് സംരക്ഷിക്കണമെന്നതിന് അവരെ തയ്യാറാക്കി നിർത്തുന്ന നിലക്കായിരുന്നു എപ്പോഴും അവർ ചെയ്തിരുന്നത്. അൻ ഷറഫിഹിം ഫി അയ്യി ലഹ്ള, ഏത് സമയത്തും തൻ്റെ ഷറഫ്, തൻ്റെ മാന്യത, തൻ്റെ അഭിമാനം ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും അതിന് സംരക്ഷകരായിട്ട് നിൽക്കണമെന്ന നിലക്ക് അവരെ സജ്ജമാക്കി നിർത്തുന്ന ഖുതുബകൾ അല്ലെങ്കിൽ ഖതീബുമാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ആ രണ്ടാമത്തെ ഒരു ഇനം എന്ന് പറഞ്ഞതാണ്. മൂന്നാമത്തെ ഇനം ഖുതുബു തസാലുഹി വത്തവാഫുഖി, സന്ധി കരാറ്, ഇതിനൊക്കെ വേണ്ടി നടത്തുന്ന ഖുതുബകൾ. അൽ ഖുതബ്, പ്രസംഗങ്ങൾ, അല്ലത്തി തുൽഖാ ഖിലാല മസാഇ തസാലുഹി, സന്ധി പ്രയത്നത്തിനു വേണ്ടി, സന്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഖുതുബകൾ, അതും ബൈന തൊറഫൈനി, രണ്ട് കൂട്ടർക്കിടയിൽ സന്ധി ഉണ്ടാക്കാൻ വേണ്ടി. തെക്കൂനു ആദത്തൻ, ആ പ്രസംഗം സാധാരണഗതിയിലായിരുന്നു, വസീലത്തൻ ലിത്തഹദിഅത്തിൻ നുഫൂസ്, അധിക സമയത്തെന്തിനായിരുന്നു, അത് മനസ്സുകൾക്ക് സമാധാനം നൽകാനുള്ളൊരു മാധ്യമം, ഒരു മാർഗം എന്ന നിലക്കായിരുന്നു ആ ഖുത്ബ നിർവഹിച്ചത്. ഒരുപാട് കാലം യുദ്ധം ചെയ്ത് ആ യുദ്ധത്തെ ഒരു കരാറിലൂടെ, സന്ധിയിലൂടെ ആ യുദ്ധം അവസാനിപ്പിക്കണം. അപ്പോൾ ആ സമയത്ത് നിർവഹിക്കുന്ന ഒരു ഖുത്ബ ആളുകൾക്ക് ഇങ്ങനെ സമാധാനവും ശാന്തിയും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വമനഇ തസാഉദി ഷിഖാഖി ബൈനഹുമ, അവർക്കിടയിലുള്ള ചേരിതിരിവ് അത് വർദ്ധിച്ചു വരുന്നതിന് തടയാനുള്ളതായിരുന്നു. മനഇ, തടയ, തസാഉദ് ഉയർന്നു വരിക, ഷിഖാഖ് തകർച്ചകൾ, ഛിദ്രതകൾ, ഭിന്നതകൾ. തുൽഖ ഹാദിഹിൽ ഖുതബ്, ഈ ഖുതുബകൾ നിർവഹിക്കപ്പെട്ടു ബഅദ ഇന്തിഹാഇ നിസാഅത്തിൽ മുസല്ലഹ, ആയുധ സംഘടനകൾ അവസാനിച്ച ശേഷം, യുദ്ധം നടന്ന് ഒരുപാട് ഏറ്റുമുട്ട യുദ്ധം നിർത്തുമ്പോഴാണ് ഇത്തരം ഖുതുബകൾ നിർവഹിക്കാറുള്ളത്. ഇത് തെക്കൂനുൽ ഖുലൂബ് മുസഖലതൻ ബിൽ കറാഹിയ, കാരണം ആ സമയം ഹൃദയങ്ങൾ ഭാരമുള്ളതായിരിക്കും. എങ്ങനെ? ബിൽ കറാഹിയ, വെറുപ്പുകളെ കൊണ്ട്. ഹൃദയം കടുത്തു പോയിട്ടുണ്ടാവും. യുദ്ധം നിർത്തിയപ്പോഴും കുറേ വേണ്ടപ്പെട്ടവരൊക്കെ മരണപ്പെട്ടു എങ്കിലും അവരുടെ ദേഷ്യവും പകയും മനസ്സിനുള്ളിലുണ്ട്, യുദ്ധം നിന്നെങ്കിലും. അപ്പം അങ്ങനെ മനസ്സ്, അൽ ഖുലൂബു, ഹൃദയങ്ങളായിരിക്കും മുസക്കലത്തൻ ബിൽ കറാഹിയ, വെറുപ്പുകളെ കൊണ്ട് നിറഞ്ഞത്, മുസക്കല, ഭാരമുള്ളത്. അതേപോലെ വല്ലഗാഇന്, പകകളെ കൊണ്ടും, അല്ലത്തി ഖദ് തഷ്തഇലു മിൻ ജദീദിൻ ബികലിമത്തിൻ ത്വായിഷ, അതൊരു പക്ഷേ എപ്പോഴെങ്കിലും അവിചാരിതമായി പറയുന്നൊരു വാക്കിലൂടെ വീണ്ടും ആളിക്കത്താൻ സാധ്യതയുള്ള രൂപത്തിൽ മനസ്സുകളിൽ അടഞ്ഞു നിൽക്കുകയും, ഒരു ചെറിയ വാക്ക് മതി ഒരു പൊട്ടിത്തെറിയായി അല്ലെങ്കിൽ ഒരു സ്പാർക്കായിട്ട് വീണ്ടും ആ യുദ്ധം ആളിപ്പടരാൻ. ഇങ്ങനത്തെ സന്ദർഭത്തിലാണ് ഈ ഖുതുബ നിർവഹിക്കാറുള്ളത്. ലിദാലിക തഹ്ദുഫു ഹാദിഹിൽ ഖുതബ്, അതുകൊണ്ട് തന്നെ ഈ ഖുതുബകൾ ലക്ഷ്യം വെക്കുന്നത് ഇലാ തഹ്ഖീഖി തവാസുൻ നഫ്സി, മനസ്സിൻ്റെ ബാലൻസ് നേടിയെടുക്കുക എന്നുള്ള നിലക്കാണ്. അത്തവാസുൻ നഫ്സി വ ഇത്ഫാഇ ജദ്വത്തിൽ ഹിഖ്ദി, വിദ്വേഷത്തിൻ്റെ തീനാളത്തെ കെടുത്തുക എന്നുള്ളതാണ്. ഇത്ഫാ, കെടുത്തുക, ജദ്വ, തീപ്പൊരി, അൽ ഹിഖ്ദ്, പക. ലിതജന്നുബി ഇആദത്തി ഇശ്ആലി ഖതീലിൽ അദാവ, ശത്രുതയുടെ തിരിയെ ആളിക്കത്തിച്ചുകൊണ്ട് വീണ്ടും അതുണ്ടാവുന്നത് തടയുക എന്നുള്ളതാണ്. തജന്നുബ്, അകറ്റുക, ഈ ആദ തിരിച്ചു വരൽ, ഇഷ്ആലി കത്തിക്കൽ, ഫത്തീൽ തിരി, അൽ അദാവ ശത്രുത. അപ്പോൾ ശത്രുതയുടെ തിരിയെ വീണ്ടും കത്തിക്കുന്ന പ്രവണത ഇല്ലാതിരിക്കാൻ വേണ്ടിയുമാണ് ഈ ഖുതുബ ലക്ഷ്യം വെക്കുന്നത്. മിൻ അബ്റസി സിമാതിഹ, ഇതിലേറ്റവും പ്രകടമായ സവിശേഷത എന്നുള്ളത് അന്നഹ തുസാഹിമു ഫി തഹ്ഖീഖിൽ ഇസ്തിഖ്റാർ, ഈ ഖുതുബ ഒരു റോള് വഹിക്കുന്നുണ്ട്. എന്തിന്? ഇസ്തിഖ്റാറിനെ നേടിയെടുക്കാൻ, ഒരു സ്ഥിരതയെ, നാട്ടിൽ ഒരു സ്ഥിരത ഉണ്ടാക്കിയെടുക്കാൻ. വൽ ഹിഫാദ് അലൽ അംനി വസ്സലാം, സമാധാനത്തെ സ്ഥാപിക്കുവാനും സംരക്ഷിക്കുവാനും. ഹിഫാദ് അല, സംരക്ഷിക്കുക, ഹിഫാദിൻ്റെ കൂടെ അല ഉണ്ടാവും. അൽ ഹിഫാദ് അല, സംരക്ഷിക്കാനും സൂക്ഷിക്കാനും. എന്ത്? അൽ അംനി വസ്സലാം, സമാധാനത്തെ. ലി അത്വല ഫത്രത്തിൻ മുംകിന, സാധ്യമാകുന്ന നീണ്ട ഒരു കാലയളവ് വരെയെങ്കിലും സമാധാനത്തെ നിലനിർത്താനും. ഫബി മുജറദി അൻ യസൂദ് അസ്സലാം, വെറും ഒരു സമാധാനം നിലനിൽക്കുക എന്നതിലൂടെ തെൻ അമുൽ ഉമം, സമൂഹത്തിന് അനുഭവിക്കാൻ കഴിയും ബിർറഖ, നല്ല ഐശ്വര്യങ്ങൾ.
തതജന്നബു അതിലൂടെ അകന്നു പോകും മുറാറത്തുൽ ഖസാറ നഷ്ടത്തിൻ്റെ കയ്പുനീര് അല്ലത്തി തഅതി മഅ നിസാഅത്ത് സംഘടനകളിലൂടെ കൊണ്ടുവന്ന ഉണ്ടായിട്ടുള്ള പല നഷ്ടങ്ങളും അകന്നു പോകാനും ആളുകൾക്കിടയിൽ ഐശ്വര്യം ഉണ്ടാവാനൊക്കെ ഒരു സമാധാനം നിലനിന്നാൽ മാത്രം മതി. അങ്ങനത്തെ സമാധാനത്തെ നിലനിർത്താനുള്ള ശ്രമമാണ് ഇത്തരം ഖുതുബകൾ പങ്കുവഹിച്ചിരുന്നത്. അതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് ഖുതബു തബാഹി വ തഫാഖുർ അഭിമാനവും പൊങ്ങച്ചം നടിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ. ഹാദിഹിൽ ഖുതബു ഈ പ്രസംഗങ്ങൾ അല്ലത്തി യുഈദു ഫിഹൽ ഖതീബു ഇതിലൂടെ ഖതീബ് ആവർത്തിച്ചു പറയും ദിക്റ മആസിരി ഖബീലത്തിഹി തൻ്റെ ഗോത്രത്തിൻ്റെ മഹാത്മ്യത്തിൻ്റെ കഥകൾ, വ ഇൻജാസാത്തിഹ ആ ഗോത്രത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച്, ഇൻജാസാത്ത് നേട്ടങ്ങൾ, വസ്തിഹ്ലാരിൽ മവാഖിഫിൽ ബാരിസ ഉന്നതമായ സന്ദർഭങ്ങളെ അവിടെ പുനരാവിഷ്കരിക്കും, എടുത്തു പറയും. അല്ലത്തി മറത്ത് ബിഹ അബർ താരീഖ് ഉന്നതമായ സന്ദർഭം എന്ന് പറഞ്ഞാൽ ആ ഗോത്രത്തിന് മുമ്പ് ചരിത്രത്തിൽ കടന്നുപോയ എന്തെങ്കിലും നല്ല നിമിഷങ്ങളെ കൊണ്ടുവന്നിട്ട് ആളുകൾക്ക് മുമ്പിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. വകദാലിക്കൽ ഹുറൂബ് അതേപോലെ യുദ്ധങ്ങളുണ്ടാകും. അല്ലത്തി അൽഹഖത്ത് ബിഹൽ അദ്റാർ അതിലൂടെ ഉണ്ടായ അപകടങ്ങൾ വന്നു ചേർന്നിട്ടുള്ള യുദ്ധങ്ങൾ അതിനെപ്പറ്റിയൊക്കെ എന്ത് ചെയ്യും ഒരു പറയും. തുഅദ്ദു ബി മസാബത്തിൻ സിജില്ലിൻ ഹയ്യിൻ ഇതൊക്കെ ഒരു സജീവമായ രേഖയുടെ സ്ഥാനത്താണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഖുതുബ എന്ന് പറയുന്നതൊക്കെ എന്ത് കാരണം അവരുടെ ഒരു 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 പഴയകാല റെക്കോർഡ് രേഖ ആ നിലക്കായിരിക്കും പലപ്പോഴും അവരത് അവതരിപ്പിക്കുക. ബി മസാബർ അലി മിസുല പോലെ സിജില്ല റെക്കോർഡ് രേഖ ചരിത്രം, ഹയ്യിൻ ജീവനുള്ള സജീവമായ, യുഹല്ലിദു ദിക്റ അബ്താലിൽ ഖബീല തൻ്റെ ഗോത്രത്തിലെ ഹീറോകളുടെ സ്മരണകളെ ശാശ്വതമാക്കുന്ന ഇതിലൂടെയാണ് തലമുറകൾ കഴിഞ്ഞിട്ടും അവരുടെ ഗോത്രത്തിലുണ്ടായിരുന്ന വലിയ ശൂര്യ പരാക്രമി പോരാളികളൊക്കെ അവരൊക്കെ വീണ്ടും വീണ്ടും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇത്തരം ഖുതുബകളിലൂടെയായിരുന്നു. അങ്ങനെ അവരെന്താകുന്നു അവരെ സ്മരണ ശാശ്വതമാക്കി തീർക്കുന്നു. യഅ്തസു അബ്നാഉൽ ഖബീല ആ ഗോത്രത്തിൻ്റെ മക്കൾ അഭിമാനം കൊള്ളും. ബിമാ ഹഖഖഹു അജ്ദാദുഹും അവരെ പൂർവികർ അവരെ ജദ്ദുമാർ വല്ലിപ്പമാർ നേടിയെടുത്ത നേട്ടങ്ങളെക്കുറിച്ച്, ആബാഉഹും അവരെ പിതാക്കന്മാർ, അല്ലദീന സ്വാറു റുമൂസൻ അവർ ആയിരുന്നു എന്തായിരുന്നു റുമൂസൻ സിംബലുകളായിരുന്നു, ലിൽ കഫാഹി വത്തദഹിയ ആത്മസമർപ്പണത്തിൻ്റെയും അതുപോലെ പ്രതിരോധങ്ങളുടെയും സംഘടനകളുടെയും സിംബലുകളായി തീർന്നിരുന്ന അവരുടെ പൂർവികർ അവരുടെ പിതാക്കൾ അവർ നേടിയെടുത്ത അവരുടെ നേട്ടങ്ങൾ അതിനെക്കുറിച്ച് അവരുടെ പിൻതലമുറക്കാരായ മക്കൾ അഭിമാനം കൊള്ളുന്നു. ഹൈസു തുറുവ ഖിസസുഹും എത്രത്തോളം ചില കഥകൾ വരെ ഉദ്ധരിക്കപ്പെട്ടു. ബിഇതിബാരിഹ അവ പരിഗണിച്ചുകൊണ്ട് അംസില സാമിയ ഉന്നതമായ മാതൃകയാണെന്ന നിലക്ക്, യുഹ്തദാ ബിഹ പിൻപറ്റപ്പെടാവുന്ന, യുഹ്തദാ ബിഹ പിൻപറ്റുക, യുഹ്തദാ പിൻപറ്റപ്പെടുക, യുഹ്തദാ ബിഹ പിൻപറ്റപ്പെടാവുന്ന, ഫി ഹയാത്തിഹിം ഇവരുടെ ജീവിതത്തിലും വബഅദ മമാത്തിഹിം അവരുടെ ജീവിതത്തിന് ശേഷം ഒക്കെ പിൻപറ്റപ്പെടാവുന്ന ഉത്തമ മാതൃകളായിട്ട് പൂർവികര കൂട്ടത്തിലും ചില കഥകൾ വരെ ഉദ്ധരിക്കപ്പെടും. വലാ ശക്ക ഒരു സംശയമല്ല അന്നൽ ഖതീബ യംബഗി അൻ യകൂന മിൻ അബ്നാഇൽ ഖബീല ദാതിഹ അതുകൊണ്ട് തന്നെ ഖതീബ് എന്താവണം യംബഗി അനിവാര്യമായിരിക്കണം അൻ യകൂന ആ ഖതീബ് ഉണ്ടായിരിക്കൽ മിൻ അബ്നാഇൽ ഖബീലത്തി ദാതിഹ സ്വന്തം ഗോത്രത്തിലെ ആളുകളുടെ മക്കളുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കണം. ലിഅന്നഹു അക്സർ ഇൽമാമൻ ബി താരീഖിൽ ഗനിയ കാരണം അവനാണ് സമ്പന്നമായ അവരുടെ ചരിത്രത്തെ പറ്റിയുള്ള ദീർഘവീക്ഷണം കാഴ്ചപ്പാടൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനെപ്പറ്റി അറിവുള്ള ആൾ അവനായിരിക്കും. വലഖ്ദർ അല ഇസ്തിറാദിഹി ബിസിഖത്തിൻ വ ഇഹാത്തത്തിൻ താമ്മ അതോടൊപ്പം തന്നെ ആ സന്ദർഭങ്ങളെ ആ ചരിത്രത്തെ സത്യസന്ധമായിട്ടും വിശ്വസ്തയോടുകൂടിയും അതിൻ്റെ പൂർണ്ണ വിവരണങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്തിറാദ് അവതരിപ്പിക്കുവാനുള്ള അഖ്ദർ ഏറ്റവും കഴിവുണ്ടാവുക ആ ഗോത്രത്തിലെ ഖതീബാകുമ്പോഴാണ്. അതോടൊപ്പം അവന് കഴിയും അതിലൂടെ അവന് കഴിയും ആ ഖതീബിന് കഴിയും അല ഇൽഫാ ഇൽ മിസ്ദാഖിയ ഇൽഫാ എന്നാൽ ധാരാളമായി നൽകാൻ, അൽ മിസ്ദാഖിയ സത്യസന്ധതയെ ധാരാളമായിട്ട് ഒരു വ്യാപകമായ രൂപത്തിൽ, അതേപോലെ വഖുവത്തി തഅ്സീർ അങ്ങേയറ്റം സ്വാധീനം ഉണ്ടാക്കാനും ആ ഗോത്രത്തിലെ ഖതീബാകുമ്പോൾ കഴിയും. ഫി ഖുതബിഹി തൻ്റെ പ്രസംഗങ്ങളുടെ ഖുതുബത്തിൻ്റെ ജംആണ് ഖുതബ് അതുകൊണ്ട് പ്രസംഗങ്ങൾ എന്നുള്ളത് നമുക്കവിടെ കാണാൻ കഴിയും. അടുത്തത് മുമയ്യിസാത്തുൽ ഖിതാബ ഫിൽ അസ്രിൽ ജാഹിലിയ കാലഘട്ടത്തിലെ പ്രസംഗങ്ങളുടെ സവിശേഷതകൾ. മിൻ ഖസാഇസുൽ ഖിതാബ ഫിൽ അസ്രിൽ ജാഹിലി അൽ ഇബാറാത്തുൽ ഖസീറ ജാഹിലിയ കാലഘട്ടത്തിലെ ഖുതുബയുടെ സവിശേഷതകളിൽപ്പെട്ടതാണ് ചെറിയ വാക്കുകളായിരിക്കും, വാചകങ്ങളായിരിക്കും. ഹൈസു അതായത് ഇന്ന ഖുതബ അൽ ജാഹിലിയ ഖതീബുമാർ തമയ്യസു അവർ വ്യതിരിക്തരാകുന്നു, തമയ്യസു അവർ വ്യതിരിക്തരാകുന്നു, ബി ബറാഅത്തിൻ ഫായിഖ ഉന്നതമായ സ്കില്ലുകൊണ്ട് മഹാറത്തുകൊണ്ട്, ഫില്ലുക ഭാഷയിലുള്ള, വസൈത്തറത്തിൻ താമ്മത്തിൻ രണ്ടാമത്തെ സവിശേഷത സൈത്തറ താമ്മ അവർ എല്ലാ നിലക്കും ആധിപത്യം നേടിയവരായിരുന്നു, അല ഫുനൂനിൽ ബലാഗ സാഹിത്യ കലകളിൽ,
മിമ്മ ജഅലഹും ഇതുകൊണ്ടൊക്കെ തന്നെയും അവരെ ആക്കി തീർത്തു ഖാദിരീന കഴിവുള്ളവർ അല തഅബീരി അവതരിപ്പിക്കുവാൻ അൻ അഫ്കാരിഹിം അവരുടെ ചിന്തകളെപ്പറ്റി, അതും ബി അബ്ലഗിൽ ഇബാറാത്തി ഏറ്റവും സാഹിത്യം നിറഞ്ഞ വാചകങ്ങളിലൂടെ, വ അക്സരിഹാ വുദൂഹൻ അത് ഏറ്റവും വ്യക്തതയോടെ, വ ജമാലൻ ഭംഗിയോടുകൂടെ. കാനു യതഫന്നൗനൽ ഈജാസ് ഫിൽ മവാദിഇ അല്ലതി തത്ലുബ് ദാലിക് സന്ദർഭം ആവശ്യപ്പെടുന്നതനുസരിച്ച് സംക്ഷിപ്തമായി പറയാൻ അവർക്ക് സാധിക്കുമായിരുന്നു. ദൂന അൻ യുൻഖിസു മിനൽ മഅന ഷൈഅൻ ആശയത്തിൽ നിന്ന് ഒട്ടും കുറവ് വരുത്താതെ വാചകങ്ങളെ മൂജതാക്കി സംക്ഷിപ്തമായി പറയാം. വയഅരിഫൂന അവർക്കറിയാമായിരുന്നു മതായുത്നബൂന ഫിൽ കലാം എപ്പോഴാണ് സംസാരത്തിൽ ഇത്നാബ് വേണ്ടത്, നീട്ടിപ്പറയേണ്ടത് അവർക്കറിയുമായിരുന്നു. ഫയസീദൂന ദൂന ഇസ്ഹാബിൻ മുമില്ലിൻ അങ്ങനെ വരുമ്പോഴാവട്ടെ അവർ ദീർഘിപ്പിക്കും യാതൊരു നിലക്കും മടുപ്പില്ലാക്കാതെ. ഔ ഹഷ്മില്ല ത്വാഇല ലഹു ത്വാഇല മിൻഹു യാതൊരു ഉപകാരമില്ലാതെ അങ്ങനെ നീട്ടിപ്പറയുക എന്നുള്ളത് ഇല്ലാതെ ആ നിലക്ക് അവർക്ക് നീട്ടി പറയാനും സാധിക്കുമായിരുന്നു. വകദാലിക ലം യകുനിൽ ഖുതബാ അതോടൊപ്പം ഖതീബുമാരായിരുന്നില്ല യഫ്തതിഹൂന കലിമാതിഹിം അവരെ വാചകങ്ങൾ അവർ ആരംഭിക്കുമായിരുന്നില്ല ബിമുഖദ്ദിമാത്തിൻ മുതവ്വല നീണ്ട കുറേ മുഖദ്ദിമ പറഞ്ഞുകൊണ്ട് ആമുഖം പറഞ്ഞുകൊണ്ട്. കമാ കാനത്തിൽ ഹാലു ഫിൽ ഖസായിദിൽ ജാഹിലിയ കാലഘട്ടത്തിൽ കവിതയുടെ പ്രത്യേകത അങ്ങനെയാണ്, കുറേ ആമുഖം ഭാഗങ്ങളുണ്ടാകും. അതുണ്ടായിട്ട് എന്നാൽ ഖതീബുമാർ അങ്ങനെയല്ല അവർ ആരംഭം കുറിച്ചത്. ബൽ എന്നാൽ കാനു അവർ യഹ്ദിഫൂന അവർ ലക്ഷ്യം വെച്ചു ഇലൽ വുസൂലി ഇലാ ലുബ്ബിൽ മൗദൂഇ മുബാശറത്തൻ വിഷയത്തിൻ്റെ കാമ്പിലേക്ക് ഡയറക്റ്റായിട്ട് എത്തുക എന്നുള്ളത്. ഇലാ വുസൂൽ എത്തുക, ലാ ലുബ്ബിൽ മൗദൂഇ വിഷയത്തിൻ്റെ കഴമ്പ്, ലുബ്ബ്, മുബാശറ ഡയറക്റ്റായിട്ട് നേർക്കുനേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. കാനദാലിക മിൻ അജലി തഅ്സീരി അതാവട്ടെ മിൻ അജല്ലി തഅ്സീരി സരീഇ അൽ മുസ്തമിഈൻ ശ്രോതാക്കളെ വേഗത്തിൽ അങ്ങേയറ്റം സ്വാധീനം ചെലുത്തുന്ന കാര്യം അതാണ്. ലിയുഹഫിസഹും അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അലൽ ഇസ്തിജാബത്തിൽ ഫൗരിയ പെട്ടെന്നുള്ള പ്രതികരണം കൊണ്ട്, വതൻഫീദി അതേപോലെ പെട്ടെന്ന് നടപ്പിൽ വരുത്താനും, മായുത്ലു മിൻഹും എന്താണോ അവരോട് ഉദ്ദേശിക്കപ്പെടുന്ന ആ കാര്യം, ദിംന ഖുദറാത്തിഹിം വ ഇംകാനാത്തിഹിം അവരെ കഴിവനുസരിച്ച് ശേഷിയനുസരിച്ച് അതിലൂടെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ കഴിവിലൂടെ അവരുടെ ശേഷിയിലൂടെ തന്നെ ഇവരോട് എന്താണോ നടപ്പിൽ വരുത്താൻ പറയുന്നത് അല്ലെങ്കിൽ എന്താണോ പെട്ടെന്ന് പ്രതികരിക്കേണ്ടത് അതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയും ഒക്കെ ഡയറക്റ്റായിട്ട് വിഷയം പറയുകയായിരുന്നു അന്നത്തെ ഖതീബുമാരുടെ ഒരു സവിശേഷത എന്നുള്ളത്. കാനത്തിൽ ഖുത്ബ ഫിൽ അസ്ർ ജാഹിലി ലാ തഖ്തസിറു അലാ മൗദൂഇൻ വാഹിദിൻ അതോടൊപ്പം ജാഹിലിയ കാലഘട്ടത്തിലെ ഖുത്ബയുടെ ഒരു പ്രത്യേകത അത് ഒറ്റ വിഷയത്തിൽ മാത്രം പരിമിതമായിരുന്നില്ല. ലാ തഖ്തസിറു അല അതൊരിക്കലും പരിമിതമായിരുന്നില്ല. ബൽ എന്നാൽ തനവ്വഅത് അത് വൈവിധ്യങ്ങളായിരുന്നു. മഹാവിറുഹ അതിൻ്റെ മിഹ്വറുകൾ അതിൻ്റെ വിഷയ കേന്ദ്രങ്ങൾ, ബിഷക്കിലിൻ ഒരു നിലക്ക്, യജ്അലു മിനസ്സഅബി അലൽ മുസ്തമിഇ തഹ്ദീദ മഖ്സദിഹ റഈസി എത്രത്തോളം ഒരു നില എന്ന് പറഞ്ഞാൽ ആ ഒരു രീതി പറയാണ്. യജ്അലു മിനസ്സഅബ് പ്രയാസമുണ്ടാക്കുമായിരുന്നു, അലൽ മുസ്തമിഇ ശ്രോതാവിന്, തഹ്ദീദ മഖ്സദിഹ റഈസി ഇതിലെ ഏറ്റവും കേന്ദ്രീകൃതമായ ലക്ഷ്യം എന്താണ്, ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്ത് എന്നത് തഹ്ദീദ് നിർണ്ണയിക്കുക എന്നുള്ളത് മുസ്തമിഇ ശ്രോതാവിന് പ്രയാസം സൃഷ്ടിക്കുന്ന നിലക്ക് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ അത് ടച്ച് ചെയ്തിട്ടായിരുന്നു അവരെ പ്രസംഗമുണ്ടായിരുന്നത്. കാനൽ അറബ് ഫിൽ ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ യതഫവഖൂന ഫിൽ ഫസാഹ വൽ ബലാഗ അവർ സാഹിത്യത്തിലും വൈഭവത്തിലും മികവുറ്റവരായിരുന്നു. വകാനു ഉമ്മത്തൻ റായിദ ഫി ഫന്നിൽ ഇബാന ഈ ബയാനിൻ്റെ കലയിൽ ഈ വിവരണാത്മകതയുടെ അതേപോലെ വാചാലതയുടെ ഈ സാഹിത്യ മേഖലയിലൊക്കെ ഒരു ഉയർന്നു നിൽക്കുന്ന നേതൃത്വ പദവിയിലുള്ള സമൂഹമായിരുന്നു അറബികൾ. ലാ യുവാസിഹിം ഫി ദാലിക അഹദുൻ അവരോട് ആരും കിടപിടിക്കുമായിരുന്നില്ല. വലഖ് തഹദ്ദൽ ഖുർആനുൽ കരീം അൽ അറബ് അതുകൊണ്ട് തന്നെ ഖുർആനുൽ കരീം അറബികളെ വെല്ലുവിളിച്ചു. അൻ യഅ്തു ബിമിസ്ലിഹി ഈ ഖുർആൻ പോലുള്ള ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി, ഔ ബിഅശ്രി സൂവരിൻ മിസ്ലഹു അല്ലെങ്കിൽ അതുപോലത്തെ 10 സൂറത്തെങ്കിലും, ഔ ഹത്താ ബിസൂറ വാഹിദ അല്ലെങ്കിൽ ഒരു അധ്യായമെങ്കിലും. ലാകിന്നഹും അജസു അൻ ദാലിക് പക്ഷേ അവരതിന് അശക്തരായി തീർന്നു. അജസ അൻ അശക്തരാവുക, അജസൂ അവർ അശക്തരായി അൻ ദാലിക അങ്ങനെ കൊണ്ടുവരാൻ. അത് അവർ സാഹിത്യ വൈഭവത്തിൻ്റെ പ്രത്യേകത ഉണ്ടായിട്ടും അവർക്ക് കഴിയാതെ പോകുന്നു. ഫി ഖുതബിഹിം അവരുടെ ഖുത്ബകളിൽ കാനൽ ഹിക്മ വൽ അംസാൽ ജുസ് അൻ അസാസിയൻ അതോടൊപ്പം ഹിക്മത്തും അതുപോലെ മസലുകളും ആപ്തവാക്യങ്ങളും പഴഞ്ചൊല്ലുകളും അതൊക്കെയൊക്കെ എന്തായിരുന്നു, ഒരു ജുസ് അൻ അസാസിയൻ ഒരു അടിസ്ഥാന പാർട്ടായിരുന്നു. ഹൈസുഅ്തുബിറത്ത് എത്രത്തോളം അവ പരിഗണിക്കപ്പെട്ടു, ഏത് ഹിക്കമുകളും മസാലുകളൊക്കെ. വസീലത്തൻ ഫഅലത്തൻ ലിതഅലീമിൽ മുഖ്തസർ സംക്ഷിപ്തമായ നിലക്ക് കാര്യങ്ങളെ പഠിപ്പിച്ചെടുക്കാനുള്ള ക്രിയാത്മകമായ എഫക്റ്റീവായ മാർഗമാണ്
വസീല ഫഅല ഒരു എഫക്റ്റീവായ മെത്തേഡാണ് എന്നുള്ളത് പരിഗണിക്കപ്പെട്ടുകൊണ്ട് തന്നെ അവരുടെ ഖുത്ബകളിലും പ്രസംഗങ്ങളിലും ഒക്കെ അവരെന്ത് ചെയ്തു, ഇത്തരം ആപ്തവാക്യങ്ങളും പഴഞ്ചൊല്ലുകളും അവർ ഉപയോഗിച്ചു. കുല്ലു മസലിൻ, എല്ലാ പഴഞ്ചൊല്ലുകളും, ഹിക്മത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാ തത്വങ്ങളും തത്വജ്ഞാനങ്ങളും അല്ലെങ്കിൽ ആപ്തവാക്യങ്ങളും കാന യുഖദ്ദിമുൽ ഖതീബു, ഖതീബ് അവ അവതരിപ്പിക്കും, യഹ്മിലു ഫി തൊയ്യാത്തിഹി, അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും, ഖിസ്സത്തുൻ ഖനിയ, സമ്പന്നമായൊരു കഥ, ബിൽ ഇബരി വദ്ദുറൂസ്, ഗുണപാഠങ്ങളും മറ്റു പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന, ഫയസ്തഫീദു മിൻഹൽ ജംഹൂർ, പൊതുജനത്തിന് അതിൽ നിന്നെല്ലാം നേട്ടങ്ങൾ കിട്ടും, വയതഅമ്മലൂന ഫി മഗ്സാഹ, അതിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി അവർ ചിന്തിക്കും, കമാ അന്ന തക്റാറ ഫിൽ ഖുത്ബ, അതോടൊപ്പം ഖുത്ബയിലുള്ള ആവർത്തനം എന്നുള്ളതും യുസ്തഖ്ദമു ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, ലിതഅസീസിൽ ഫിക്ര, ഒരു ആശയത്തെ ശക്തിപ്പെടുത്താൻ, വതഖ്വിയതിഹ, അതിനെ ഖുവ്വത്തുള്ളതാക്കി തീർക്കാൻ, ലിയദില്ല അസറുഹ അമീഖൻ ഫിൽ ഖുലൂബി, അതോടൊപ്പം അത് മനസ്സുകളിൽ ആഴത്തിൽ സ്വാധീനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയും. അടുത്തത് മിൻ മശാഹിരിൽ ഖുതബാഇ ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ ചില ഖതീബുമാരെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.